ഇന്ത്യയിൽ നിന്നുമുള്ള അലക്സാണ്ടറുടെ മടക്കയാത്ര തുടരുകയായിരുന്നു. ദുരിതപൂർണമായ യാത്ര. പട്ടിണിയും രോഗങ്ങളും സൈന്യത്തെ വലച്ചു. പേർഷ്യൻ പ്രവിശ്യകളിൽ താൻ നിയോഗിച്ച ഭരണാധികാരികളുടെ സഹായത്തോടെ പട്ടാളക്കാരെ വറുതിയിൽ നിന്നും ഒട്ടൊക്കെ രക്ഷിക്കാൻ അലക്സാണ്ടർക്ക് കഴിഞ്ഞു. ഒടുവിൽ ആ സൈന്യം ജഡ്രോസിയയിലെത്തി. ഫലഭൂഷ്ടമായ പ്രദേശം. ഇവിടെ വെച്ച് അലക്സാണ്ടർക്ക് അടുത്ത സുഹൃത്തും അംഗരക്ഷകന്മാരിലൊരാളുമായ ലിയോനാറ്റസിൽ നിന്നും ചില വാർത്തകൾ ലഭിച്ചു. 8,000 കാലാൾപ്പടയാളികളും 500 കുതിരപ്പടയാളികളുമുള്ള സൈന്യവുമായി ഒരാൾ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ലഹളയ്ക്കൊരുങ്ങുന്നു. ഓർഡോണസ്, സാരിയസ്പസ് എന്നീ പേർഷ്യൻ പ്രഭുക്കന്മാരും ലഹളയ്ക്കൊരുങ്ങുകയാണ്. അരാക്കോഷ്യയിൽ അവർ കലാപം തുടങ്ങുകയും ചെയ്തു. താമസിയാതെ ലഹള അടിച്ചമർത്തി. ലഹളക്കാരെ തടവിലാക്കിയെന്ന വാർത്ത അലക്സാണ്ടറുടെ അനുയായിയായ ക്രാറ്റിറസിൽ നിന്നുമെത്തി. അലക്സാണ്ടർ ഇന്ത്യയിലായിരുന്ന സമയം നോക്കി പല പേർഷ്യൻ പ്രവിശ്യകളിലെയും പ്രഭുക്കന്മാർ രാജാക്കന്മാരാകാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അലക്സാണ്ടറുടെ നിർദ്ദേശപ്രകാരം സൈന്യാധിപന്മാർ അവരെയെല്ലാം നയതന്ത്രത്തിലൂടെയും ബലപ്രയോഗത്തിലൂടെയും ഒതുക്കി. അലക്സാണ്ടറുടെ പടയോട്ടം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല, പിന്നിട്ട പ്രദേശങ്ങളിലെല്ലാം പ്രശസ്തമായി.